ഭഗവത് ദർശനാർത്ഥം കൊടും തപമനുഷ്ഠിക്കുന്ന മഹായോഗികളെ കണ്ടുവോ ദേവി? കണ്ടു. അവരുടെ മനസ്സുകളെ അങ്ങ് വജ്രത്തേക്കാൾ കഠിനമാക്കിയിരിക്കുന്നു. കൊടും താപവും വൃഷ്ടിയും മഞ്ഞും തണുപ്പും ഒന്നും അവരുടെ ഏകാഗ്രതയെ ഭഞ്ജിക്കുന്നില്ലല്ലോ ദേവ. തികഞ്ഞ അമാനുഷ്യന്മാർ തന്നെ. അവരെപ്പോലുള്ള സംയമനികളായ യോഗിമാരാണോ അത്രയ്ക്കൊന്നും സംയമനമില്ലാത്ത ഗോപസ്ത്രീകളായി വന്ന് പിറന്നിരിക്കുന്നത്? എങ്കിൽ ആ കഥ അങ്ങയുടെ നാവുകൊണ്ട് തന്നെ കേൾക്കാൻ എന്നിൽ വലുതായൊരു മോഹം ജനിച്ചിരിക്കുന്നു. ദയവായി ദേവനത് ചൊന്നാലും. ദേവി, ഗോപികമാർ പല വിഭാഗക്കാരുണ്ടെന്നറിയുക. ഋഷിരൂപ ഗോപികമാർ, കൗസല ഗോപികമാർ, യജ്ഞസീതാ ഗോപികമാർ, ദേവാംഗന ഗോപികമാർ, ജലാന്ധര ഗോപികമാർ, ശ്രുതിരൂപ ഗോപികമാർ, അങ്ങനെ പല വിഭാഗക്കാർ. എനിക്ക് കേൾക്കേണ്ടത് ഋഷിരൂപ ഗോപികമാരുടെ കഥയാണ് ദേവ. പറയാം. വംഗദേശത്ത് മംഗളനെന്ന് പേരായ ഒരു ഗോപനുണ്ടായിരുന്നു. ധനവാനും പണ്ഡിതശ്രേഷ്ഠനും ദാനശീലനുമായിരുന്നു മംഗളൻ. 9 ലക്ഷം പശുക്കളുടെ അധിപനുമായിരുന്നു. അപ്പോൾ മംഗളൻ തികഞ്ഞ ഒരു ഗോപവംശജൻ തന്നെ ആയിരുന്നുവല്ലേ? അതെ. പശുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭാര്യമാരുടെ കാര്യത്തിലും മംഗളൻ സമ്പന്നനായിരുന്നു. മംഗളന് 5000 ഭാര്യമാരുണ്ടായിരുന്നു. സുന്ദരികളും സുചരിതകളുമായ ഭാര്യമാർ. ഭർത്താവിന്റെ അഭ്യുന്നതിക്കു വേണ്ടി മുറ തെറ്റാതെ കർമ്മങ്ങളും വ്രതങ്ങളും അനുഷ്ഠിച്ചു വന്നു. സന്തോഷവും സമാധാനവും പരസ്പര ഐക്യവും കൊണ്ട് മംഗളന്റെ കുടുംബം നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിച്ചു. പക്ഷേ പെട്ടെന്നാണ് ദുർവിധി മംഗളന്റെ കുടുംബത്തിൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു ദേവ? ഏതോ അജ്ഞാത രോഗം ബാധിച്ച് പശുക്കളേറെയും ചത്തൊടുങ്ങി. ശേഷിച്ച പശുക്കൾ കൊള്ളയടിക്കപ്പെട്ടു. നിത്യവൃത്തിക്കു പോലും ഒരു തുള്ളി ക്ഷീരമില്ലാത്ത അവസ്ഥ. അപ്പോഴാണ് മറ്റൊരിടിത്തി വീണത്. മംഗളന്റെ സ്വത്തുക്കളെല്ലാം രാജാവിനാൽ പിടിച്ചെടുക്കപ്പെട്ടു. അയ്യോ, വളരെ കഷ്ടമായല്ലോ ദേവ. അല്ലെങ്കിലും സജ്ജനങ്ങൾക്ക് അങ്ങ് കൂട്ടത്തോടെയാണല്ലോ ആപത്ത് സമ്മാനിക്കുന്നത്. അതൊക്കെ വിധിവിഹിതങ്ങളല്ലേ ദേവി? സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കണമല്ലോ. എന്നിട്ട് മംഗളന്റെ കഥ കേൾക്കട്ടെ. സ്വത്തുക്കളും ധനധാന്യങ്ങളും നഷ്ടപ്പെട്ട് നിന്ദ്യനും ദരിദ്രനുമായി കഴിയുന്ന സമയത്താണ് മംഗളന്റെ ഭാര്യമാരെല്ലാം ഗർഭം ധരിച്ചത്. അവർ പ്രസവിച്ചു. എല്ലാം പെൺകുഞ്ഞുങ്ങൾ. 5000 ഭാര്യമാർ പ്രസവിച്ചത് 5000 പെൺകുഞ്ഞുങ്ങളോ? അതെ. അഷ്ടിക്ക് വകയില്ലാത്ത മംഗളന്റെ കുടുംബത്തിൽ മത്സരിച്ച് വളരുന്ന 5000 പെൺകുഞ്ഞുങ്ങൾ. ആ പിതാവിന്റെ മനോനില ആർക്ക് വിവരിക്കാനാകും ദേവി? നാരായണ നാരായണ. സ്വാഗതം ബ്രഹ്മർഷേ. ഋഷിഗോപികാചരിതം പൂർത്തിയാക്കുന്നതിന് മുൻപാണല്ലോ നാം വന്നത്. കഥയുടെ രസച്ചരട് മുറിഞ്ഞതിൽ ദേവിക്ക് എന്തെങ്കിലും അഹിതമുണ്ടോ ആവും? ഇല്ല. നാരദരെപ്പോഴും വരുന്നത് രസച്ചരടുകൾ മുറിക്കാനും മറ്റ് കർമ്മച്ചരടുകൾ കൂട്ടിബന്ധിക്കാനുമാണല്ലോ. നാരായണ നാരായണ. നാരദർ എല്ലാ ചരിതങ്ങളും അറിയുന്നവനാണല്ലോ. ശേഷിച്ച ചരിതങ്ങൾ നാരദൻ തന്നെ മൊഴിഞ്ഞാലും ആകട്ടെ. നാരായണ നാരായണ. 5000 പെൺകുട്ടികൾ. പണവും കനകവും മറ്റു വിഭവങ്ങളും നൽകി കന്യകമാരെ എങ്ങനെ വിവാഹിതരാക്കാമെന്ന ചിന്തയാൽ മംഗളൻ അനുനിമിഷം നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിലാണ് ജയനെന്നു പേരായ ഒരു ഗോപവംശക്കാരൻ മംഗളന്റെ ഗേഹത്തിൽ അതിഥിയായി എത്തിച്ചേർന്നത്. അതിഥിയായി വന്ന ജയൻ ഒരു ഗോപവംശക്കാരനാണെന്ന് നാം പറഞ്ഞുവല്ലോ. ഗോപരുടെ വംശനാഥൻ സാക്ഷാൽ നന്ദഗോപരും. മംഗളന്റെ കന്യകമാരുടെ സംരക്ഷണ ചുമതല നന്ദഗോപരെ ഏൽപ്പിക്കണമെന്നും നന്ദഗോപർ അവരെ യഥാവിധി വിവാഹം കഴിപ്പിച്ചയക്കുമെന്നും ജയൻ മംഗളനെ അറിയിച്ചു. അപ്രകാരം മംഗളൻ പുത്രിമാരുമായി നന്ദഗോപരെ സമീപിക്കുകയുണ്ടായി. എന്നിട്ട് നന്ദഗോപർ അവരെ സ്വീകരിച്ചുവോ? സ്വീകരിച്ചു.
മംഗളന്റെ ദുരവസ്ഥ കേട്ട് മനസ്സലിഞ്ഞ നന്ദഗോപർ സ്വന്തം പുത്രിമാരായി തന്നെ ആ കന്യകമാരെ സ്വീകരിച്ചു. തൊഴുത്തിൽ നിന്നും ചാണകം വാരി വൃത്തിയാക്കുന്ന തൊഴിലിൽ അവരെ ഏർപ്പെടുത്തുകയും ചെയ്തു. ദേവി, ഇന്ന് അമ്പാടിയിൽ കാണുന്ന ഗോപസ്ത്രീകളിൽ ഒരു വിഭാഗം നമ്മുടെ കഥയിലെ മംഗളന്റെ പുത്രിമാരാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാലും ഒരു സന്ദേഹം ബാക്കി നിൽക്കുന്നു. എന്താണ് ദേവി? അങ്ങ് പറഞ്ഞല്ലോ, ഋഷിരൂപ ഗോപസ്ത്രീകളെല്ലാം അങ്ങേ തപം ചെയ്ത യോഗിമാരുടെ അവതാരമാണെന്ന്. ആ കഥ നാരദർ പറഞ്ഞില്ലല്ലോ. നാരായണ നാരായണ. ആ കഥ അങ്ങ് തന്നെ വെളിപ്പെടുത്തിയാലും. ദേവി, ത്രേതായുഗത്തിൽ നാം ദശരഥപുത്രനായ ശ്രീരാമനായി അവതരിക്കുകയുണ്ടായല്ലോ. അന്ന് ദണ്ഡകാരുണ്യത്തിൽ തപസ് ചെയ്തിരുന്ന യോഗിമാർക്ക് നാം വരം നൽകുകയുണ്ടായി. അവരൊക്കെ മംഗളന്റെ പുത്രിമാരായി ഭവിക്കട്ടെ എന്ന്. മംഗളന്റെ ഭാര്യമാർ പ്രസവിച്ച 5000 കന്യകമാരും നമ്മുടെ വരപ്രസാദമനുസരിച്ച് യോഗിമാർക്ക് കിട്ടിയ പുനർജന്മമാണെന്ന് ദേവിക്കിപ്പോൾ മനസ്സിലായില്ലേ? ഭഗവത് ദർശനവും സ്പർശനവും സാമീപ്യവും കൊതിച്ചിരുന്ന യോഗിമാർ ഇന്ന് ഗോപസ്ത്രീകളായി ഉണ്ണിക്കണ്ണനിലൂടെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുലകുടി മാറാത്ത കണ്ണനിൽ ഗോപസ്ത്രീകൾ കാമുക സാന്നിധ്യം അനുഭവിച്ച് സായുജ്യമടയുന്നതിന്റെ പിന്നിലുള്ള പൊരുൾ എന്താണെന്ന് ദേവിക്കിപ്പോൾ മനസ്സിലായില്ലേ? സുഹൃതികളായ ഗോപസ്ത്രീകൾക്ക് മേൽക്കുമേൽ സുഹൃതം ലഭിക്കട്ടെ. ദേവാ, ആശ്രിത വത്സലനായ അങ്ങ് ഭക്തരുടെ ആഗ്രഹപൂരണത്തിനായി എന്തെല്ലാം മായാവിലാസങ്ങളാണ് കാട്ടുന്നത്. എല്ലാം അപരിമേയവും അതിവിചിത്രവുമായ പ്രപഞ്ച സത്യങ്ങൾ തന്നെ. നാരായണ നാരായണ. കഥാകഥനത്തിനിടയിൽ നാരദരുടെ ആഗമനോദ്ദേശം ചോദിക്കാൻ മറന്നു. ദേവ, നാം ഭൂലോകത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്, അമ്പാടിയിലേക്ക്. അങ്ങയുടെ ശിശുവായ ഉണ്ണിക്കണ്ണന്റെ രൂപം നമുക്ക് ദർശിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പായി ഒരു സംശയനിവൃത്തി വരുത്തുവാനാണ് നാം ഇങ്ങോട്ട് വന്നത്. നാരദർക്കും സംശയമോ? നല്ല കഥ. ചോദിച്ചോളൂ. അങ്ങ് മനുഷ്യനായി ഭൂമിയിൽ അവതാരം ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിയും മനുഷ്യസ്ത്രീയായി അവതരിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഉണ്ണിക്കണ്ണന്റെ സഖിയായി ലക്ഷ്മി ദേവി ഏതു രൂപത്തിൽ എവിടെ അവതരിച്ചിരിക്കുന്നു എന്ന് അങ്ങ് അരുളി ചെയ്താലും. നാരദരെ, ഈ പ്രപഞ്ചത്തിൽ അങ്ങയ്ക്ക് അറിയാൻ സാധിക്കാത്തതായി എന്ത് സംഗതിയാണുള്ളത്? ലക്ഷ്മി ദേവി ഭൂമിയിൽ നമ്മുടെ സഖിയായി അവതരിച്ചു കഴിഞ്ഞു. അവൾ ആരാണെന്നും എവിടെയാണെന്നുമൊക്കെ അങ്ങ് ദിവ്യദൃഷ്ടി കൊണ്ട് വഴിയെ ധരിക്കുന്നതായിരിക്കും. നാരായണ നാരായണ. ഭൂലോകത്തേക്ക് യാത്രയായാലും മംഗളം ഭവിക്കട്ടെ. നാരായണ